വെൽക്കം ടു ബൈബിൾ ഇൻസൈറ്റ്സ് ക്വസ്റ്റൻ ആൻസർ സെഷൻ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഐ എം ഡോക്ടർ ഗ്ലാഡിസ് മാത്യൂസ് ഫ്രം ബാംഗ്ലൂർ. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ആത്മീക വളർച്ചയെ പരിപോഷിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് വേദപുസ്തക വായനയും പഠനവും. അങ്ങനെയുള്ള ഒരു സാമാന്യ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടാകുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സെഷനിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രേക്ഷകരുടെ മനസ്സിൽ ദീർഘനാളുകളായി ഉണ്ടായിരുന്ന പല ചോദ്യങ്ങൾക്കും കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ സെഷനുകളിൽ വ്യക്തവും തൃപ്തികരവുമായ മറുപടി തരുവാൻ ഇടയായതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പ്രശസ്ത ഹീബ്രു ബൈബിൾ സ്കോളറും വേദ അധ്യാപകനുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ വേദപുസ്തക അടിസ്ഥാനത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാതെ ആധികാരികമായി നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരം തരുവാൻ ഇന്നും നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ചോദ്യത്തിന് വിശദമായ മറുപടി പറയുവാൻ സാധിച്ചില്ല, സമയക്കുറവ് മൂലം. ആ ചോദ്യം രക്ഷയെ പറ്റിയുള്ള ഒരു ചോദ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ യേശു നിക്കോദമസിനോട് രക്ഷ പ്രാപിപ്പാനുള്ള വഴിയെ പറ്റി പറയുന്നു. അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 15-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യത്തിലും രക്ഷയെ പറ്റി പരാമർശിക്കുന്നു. ഹീബ്രുവിൽ ഇത് എങ്ങനെയാണ് എന്നുള്ളതാണ് പ്രേക്ഷകന്റെ ചോദ്യം. രക്ഷയെ പറ്റിയുള്ള ഒരു വ്യക്തമായ ഉപദേശം എങ്ങനെയാണ്? ചിലർ കിങ്ഡം ഓഫ് ഗോഡ് അല്ലെങ്കിൽ ദൈവരാജ്യമാണ് സുവിശേഷം എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതിന്റെ ഒരു വിശദീകരണം എന്താണ്? First of all, thank you, Mom, for keeping the question for this session. ഈ സെഷന് വേണ്ടി ഈ ക്വസ്റ്റ്യൻ കീപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾ സ്കിപ്പായി പോയാലും. ഇത് ഞാൻ ഓർക്കുന്നുണ്ട്. ആ ചോദ്യം വന്നപ്പോൾ ആ ചോദ്യകർത്താവ് കോംപ്ലിക്കേറ്റഡ് ആ ചോദ്യം ചോദിച്ചത്. രക്ഷ എന്താണെന്ന് ചോദിച്ചത് നമുക്ക് സിമ്പിളായിട്ട് അങ്ങ് പറഞ്ഞു തരും. പക്ഷെ ചോദ്യകർത്താവിന് കുറെ കോണ്ടെക്സ്റ്റ് ഒക്കെ എടുത്തിട്ട് അതിൻ്റെ ഹീബ്രു കൺസെപ്റ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് പറയേണ്ടത്. So the person who asked the question does not expect a simple straightforward answer. Straightforward ആണ്, പക്ഷെ സിമ്പിൾ ആൻസർ അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹത്തിന് കുറെ കൂടെ ആഴമായ പ്രൊഫൗണ്ടായ ഒരു ആൻസറാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ ആൻസർ ചെയ്യാഞ്ഞത്. അപ്പോൾ ഇവിടെ ദ കൺസെപ്റ്റ് ഓഫ് സാൽവേഷൻ ഇൻ ഇറ്റ്സ് എൻറ്റയറിറ്റി ആണ് നമ്മൾ പറയാൻ പോകേണ്ടത്. സാൽവേഷൻ എന്ന കൺസെപ്റ്റിന് അതിൻ്റെ എൻറ്റയറിറ്റിയിൽ എടുക്കണം. സാൽവേഷൻ എന്ന കൺസെപ്റ്റ് എൻറ്റയറിറ്റിയിൽ എടുക്കണം, അതിൻ്റെ കാര്യം. എൻറ്റയറിറ്റിയിൽ എടുക്കണം, പക്ഷെ എൻറ്റയറിറ്റിയിൽ പലപ്പോഴും എടുക്കാറില്ല. നമ്മൾ സാൽവേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഘടകങ്ങൾ പറഞ്ഞു പോകും. ചില ഘടകങ്ങൾ പറഞ്ഞു പോകും. യേശുക്രിസ്തുവിന്റെ കുരിശ് മരണത്തിൽ വിശ്വസിച്ചാൽ നിനക്ക് രക്ഷയുണ്ട്. വിശ്വസിച്ചു, വിശ്വസിക്കുന്നതിന് രക്ഷയുണ്ട്. വിശ്വസിച്ചു അല്ലേ? ഈ ആൾക്ക് രക്ഷയില്ല. ഇയാൾ ന്യായവിധി ദിവസത്തിൽ ദൈവസന്നിധിയിൽ നിൽക്കുക, പറയാ ഞാൻ യേശുവിൽ വിശ്വസിച്ചു, എനിക്കെന്താ രക്ഷയില്ലാത്തത്? എടാ കുഞ്ഞെ, അതതിൻ്റെ കിൻഡർ ഗാർഡൻ എൻട്രി ഇല്ലയോ? ഇനി രക്ഷ എന്ന ഫൈനൽ പോസ്റ്റ് സ്റ്റേജിലെത്താൻ ഒരുപാട് യാത്രയുണ്ടേ നിനക്ക്. നീ അതൊന്നും യാത്ര ചെയ്തില്ലല്ലോ. പിന്നെ നിനക്ക് എങ്ങനെയാ രക്ഷ എന്ന ഫൈനൽ സ്റ്റേജിൽ എത്താൻ കഴിയുന്നത്? അത് യേശുവിൽ വിശ്വസിച്ചാൽ രക്ഷ കിട്ടുന്ന ഒരാൾ പറഞ്ഞു, എനിക്കപ്പുറം ഒന്നും അറിയത്തില്ല. ഓക്കെ, വെൽ, ദാറ്റ്സ് യുവർ കമ്മിറ്റ്മെന്റ്. The onus is on you. യേശുവിന്റെ ക്രൂശ് മരണത്തിൽ രക്ഷയുണ്ടെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇനി ബാക്കി മുഴുവൻ രക്ഷ പ്രാപിക്കാൻ ഒരു ലോങ് റോഡ് യു ഹാവ് ടു ട്രാവൽ. ആ ലോങ് റോഡ് നീ അവോയ്ഡ് ചെയ്തു. ഇനി വേറൊരാള് യേശു നിന്നെ സ്നേഹിക്കുന്നു,
ഉം. സ്നേഹിച്ചു. സ്നേഹിച്ചോന്നേ. അപ്പൊ നമുക്ക് ചിലവില്ലല്ലോ, നമ്മൾക്കൊന്നും ചെയ്യണ്ട, യേശു സ്നേഹിച്ചോളൂ. ഉം. സ്നേഹിച്ചോന്നേ. ഓക്കെ. ഈ യേശു നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് തന്നെ ലോകത്തോട് പറയേണ്ട സുവിശേഷമാണെന്ന് നമ്മൾ ഇങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഉം. അതല്ല സുവിശേഷം. ഉം. സുവിശേഷം യേശു നിന്നെ സ്നേഹിക്കുന്ന പാപിയോട് പോയി പറയുകയല്ല സുവിശേഷം. ഉം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഉം. ഒരു പാപിയെ വിളിച്ച്, പാപി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞില്ല. ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ലോകമൊക്കെയും പോയി സകല പാപികളോടും യേശു നിന്നെ സ്നേഹിക്കുന്നത് പറയണം എന്ന് പറയാൻ പറഞ്ഞില്ല. ഇനി ശിഷ്യന്മാർ പ്രസംഗിച്ച പ്രസംഗങ്ങളുടെ ഒരുപാട് അപ്പോസ്തല പ്രവൃത്തികളുണ്ട്. ഉം. ഏർലി ചേർച്ചിന്റെ ഹിസ്റ്ററി ഒക്കെ നമുക്കൊരു വലിയ പരിചയം കിട്ടും. ഉം. ഇവിടെ ഒരിടത്തും പോയി ശിഷ്യന്മാർ എന്ത് പ്രസംഗിച്ചില്ല? യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് അല്ല രക്ഷയുടെ സുവിശേഷം പ്രസംഗിച്ചത്. ഉം. Then comes the first question, then what is gospel? ഉം. രക്ഷയ്ക്ക് നിദാനമായി ഗോസ്പൽ എന്താണെന്നുള്ളത് ഉം. നമ്മൾ ഇന്ന് പറഞ്ഞില്ല. എനിക്ക് ഒരു 4-5 ക്ലാസ്സുകൾ കൊണ്ടാണ് ഞാൻ ഈ കുട്ടികളെ പഠിപ്പിക്കും ഇത് പഠിപ്പിച്ചു തരുന്നത്. ഓക്കെ. പക്ഷെ നമ്മൾ ഈ സെഷനിൽ ഇപ്പോൾ ഇത് തീർക്കും, ഈ സംഗതി ഉം. തീർക്കും. ഉം. നോക്കിക്കോണം, അതിൻ്റെ ഒരു ഐസ്ബർഗിന്റെ ടിപ്പ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോഴും ഉം. ദിസ് നോട്ട് ഓൺലി ദ ടിപ്പ്. Yes. സാൽവേഷൻ ഉം. എന്ന വിഷയത്തിലേക്ക് നമ്മൾ വരാൻ പോവാണ്. സാൽവേഷൻ എന്ന വിഷയത്തിൽ നമ്മൾ വരാൻ പോവാം. ഉം. ദ ഫസ്റ്റ് തിങ്, ഈ കൺസെപ്റ്റ് സ്വർഗസ്ഥനായ ദൈവമാണ് അവതരിപ്പിക്കുന്നത്. ഉം. രക്ഷ ദൈവത്തിൻ്റെയും സിംഹാസനത്തിലിരിക്കുന്ന കുഞ്ഞാടിൻ്റെയും ദാനം. ഉം. വാട്ട് ഈസ് രക്ഷ? വെൽ, ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഉം. ഗിഫ്റ്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നിനക്കത് ഫ്രീ ദാ- ആയിട്ട് കിട്ടും. നിനക്കൊന്നും കൊടുത്ത് മേടിക്കാൻ കഴിയത്തില്ല. നിന്റെ ഒരു പ്രവൃത്തിയും നിന്റെ ഒരു സൽഗുണങ്ങളും നിനക്കുള്ളത് മുഴുവനും കൊടുത്താലും നിനക്ക് രക്ഷ കിട്ടത്തില്ല. ഉം. രക്ഷ ദാനമാണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ് ടു റിമെമ്പർ. സെക്കൻഡ്, ഈ കോൺസെപ്റ്റ് അവതരിപ്പിക്കുന്നത് ഈ ഇവിടെയാണ്. ദൈവവും മോശയും തമ്മിൽ കാണുമ്പോഴാണ്. ഉം. ഈ മോശയോട് പറഞ്ഞു, ഉം. ഞാൻ എൻ്റെ ജനത്തിൻ്റെ കരച്ചിൽ കേട്ട് അവരുടെ കണ്ണുനീര് ഞാൻ കണ്ടു. ഞാൻ അവരെ രക്ഷിക്കാൻ ഇറങ്ങി വന്നിരിക്കുന്നു. രക്ഷ, ഞാൻ അവരെ രക്ഷിക്കാൻ. ഉം. അവിടെ ആ വൈഡർ പിക്ചർ ദൈവം തരിക. ഉം. വൈഡർ പിക്ചർ. ഉം. മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് അവരെ രക്ഷിക്കാനും അവർ വിടുവിക്കുവാനും ഉം. അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞ വലുതും നല്ലതുമായ ദേശത്ത് അവരെ എത്തിക്കുന്നതിനും ഉം. ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഉം. സോ അവിടെ നമുക്ക് 2 sides ഓഫ് സാൽവേഷനാണ് കാണുന്നത്. ഉം. ഒന്ന്, ടു ബ്രിങ് ദം ഔട്ട് ഓഫ് ഈജിപ്റ്റ്, ഉം. അവരെ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുവിക്കുക. ഉം. ഈജിപ്തിൽ നിന്ന് പുറപ്പെടുവിക്കുക. ഉം. ദാറ്റ്സ് ഫസ്റ്റ് തിങ്. സെക്കൻഡ്, അത് എൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റാണ്, എൻഡിങ് പോയിന്റ്. ഉം. ഞാൻ അവരുടെ പിതാക്കന്മാർ കൊടുക്കുമെന്ന് പറഞ്ഞ വലുതും നല്ലതുമായ ദേശത്ത് അവരെ എത്തിക്കുക. ഉം. ഇത് രണ്ടും നടന്നു കഴിയുമ്പോഴേ രക്ഷ ആയുള്ളൂ. മിസ്രൈമിൽ നിന്ന് ഇറങ്ങി വാഗ്ദത്ത കനാനിൽ എത്തിയില്ല. Yes. രക്ഷ കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വല്ല ഗുണമുണ്ടായോ? ഇല്ല. നമുക്ക് എത്രയോ ദുരന്തങ്ങൾ നമുക്ക് കേട്ടിട്ടുണ്ട്. വിദേശത്ത് പോകുന്നതിന് വേണ്ടി സംഗതി എല്ലാം റെഡിയാക്കി ഫ്ലൈറ്റ് കയറി, ഉം. ഇടയ്ക്ക് വെച്ച് ഫ്ലൈറ്റ് പൊട്ടിത്തെറിച്ചു. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഇന്ത്യ കണ്ടതില്ലയോ? അതെ. പൊട്ടിത്തെറിച്ചു. അതെ. അവരാരെങ്കിലും ഇംഗ്ലണ്ടിലെത്തിയോ? ഇല്ല. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ യാത്ര ചെയ്ത് ആരും ഇംഗ്ലണ്ടിലെത്തിയില്ല. ഇല്ല. എൻ്റെ മോൻ ഇംഗ്ലണ്ടിൽ പോയിരിക്കുകയാണ്, എൻ്റെ മക്കൾ ഇംഗ്ലണ്ടിൽ പോയിരിക്കുകയാണ് എന്ന് ഇതറിയാത്ത അപ്പനും അമ്മയും നാട്ടിൽ കൂടെ പറഞ്ഞു നടന്നൊരു കാര്യമുണ്ടോ? അതെ. ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയില്ല. ഉം. ആ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ മാത്രമേ ദേ ആർ സേവ്ഡ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയില്ല. ഉം. ഇതിലൊന്നും ഞാൻ രക്ഷിക്കപ്പെടാമെന്ന് ഞാൻ പറയത്തില്ല. ഉം.
Then what are you? Well, I am on the right track to the finishing point. Yes. ഫിനിഷിംഗ് പോയിന്റ് ഒക്കെ ഉള്ള എൻ്റെ റൈറ്റ് ട്രാക്കിലാണ് ഞാൻ. ഉം. അപ്പം നമുക്ക് പറ്റുന്ന ഒരബദ്ധം, നമ്മൾ ഈ ഫസ്റ്റ് പാർട്ട് ഓഫ് സാൽവേഷൻ നല്ലവണ്ണം പ്രസംഗിക്കും. ഉം. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുക, വിശ്വസിക്കുന്നതിൻ്റെ രക്ഷയുള്ളതെല്ലാം നമ്മൾ പ്രസംഗിച്ചു, ആൾ വിശ്വസിച്ചു. ഉം. ഞാൻ മുമ്പ് നമ്മുടെ ഒരു ക്രിസ്ത്യാനിറ്റി സെഷനിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ എൻറ്റയർ ക്രിസ്ത്യാനിറ്റിക്ക് 2 പാർട്ടാണ് ഉള്ളത്. ഉം. The one is Christian belief, the other is Christian behavior. Behavior. Yes. നമ്മൾ പ്രസംഗിക്കുന്നത് മുഴുവൻ ബിലീഫാണ്. നീ രോഗസൗഖ്യം കിട്ടിയെന്ന് വിശ്വസിക്കുക, ദൈവം നിന്നെ വിടുവിച്ചെന്ന് വിശ്വസിക്കുക, ജോലി കിട്ടിയെന്ന് വിശ്വസിക്കുക, മൂടെ കല്യാണം നടന്നതെന്ന് വിശ്വസിക്കുക. ആ പെണ്ണ് എപ്പോഴും കല്യാണം കഴിക്കാൻ നിൽക്കുക, കല്യാണം നടന്ന് നീ വിശ്വസിക്കുക, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മുഖത്ത് കാണും. ഇതൊക്കെ വലിയ അപകടകരമായ വിശ്വാസമാണ് കേട്ടോ. ഇല്ലാത്ത കാര്യങ്ങൾ വിശ്വസിക്കാനൊന്നും എന്ന് പറയാൻ അതിന് വേറെ തലങ്ങളുണ്ട്. ഓക്കെ, സോ ഫെയ്ത്ത്, അതാണ് നമ്മൾ പ്രസംഗിക്കുന്നത് മുഴുവനും. ബിലീഫ്, ബിലീഫ്, ബിലീഫ്. ഇനി ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ക്രിസ്ത്യൻ ബിഹേവിയർ. Yes. ഈ ഫെയ്ത്തും ബിലീഫും ടാൻറ്റമൗണ്ട്, തുല്യമാകുന്നില്ലെങ്കിൽ അതൊരു നമ്മൾ പറയുന്നത് പിന്നെ ഇംബാലൻസ്ഡ് ലൈഫാണ്. അത് സംഗീതം മുന്നോട്ട് ഭംഗിയായിട്ട് പോകത്തില്ല, ബിലീഫും ബിഹേവിയറും ഒരുപോലെ പോയില്ലെങ്കിൽ. പക്ഷെ ബിഹേവിയർ നമ്മൾ പ്രസംഗിക്കത്തില്ല, നമുക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് പറ്റത്തില്ല? ബിഹേവിയർ പ്രസംഗിച്ചാൽ നമ്മുടെ വീട്ടുകാർ തന്നെ അവിടെ പ്രസംഗത്തിൽ ഇരിപ്പുണ്ട്. ഇയാൾ തന്നെയാണോ അല്ലേ? ഇയാൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ബിഹേവിയർ നമുക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല. ബിലീഫും ബിഹേവിയറും ചേർന്നതാണ് സാൽവേഷൻ. 2 വേണം. ഇനിയും ഇതിൻ്റെ ഫിലോസഫി എന്ന് പറയുന്നത്, ദ ഫിലോസഫി ഓഫ് സാൽവേഷൻ, ഇത് ആദ്യം കൺസെപ്റ്റ് പറഞ്ഞു, അത് സീനായ് മലയിൽ വെച്ച്, ഖോരേബിൽ വെച്ച്, അങ്ങനെ ഖോരേബിൽ വെച്ച്. അത് കഴിഞ്ഞ് എൻ്റെ ഹോൾ പ്രോസസ്സ്, എൻ്റെ ഫിലോസഫി എന്ന് പറഞ്ഞ ഹോൾ പ്രോസസ്സ് ദൈവം ഈ പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറയുകയാണ്. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ, ഈ പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ആണ് ദൈവം ഇത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് എത്രയോ പേര് ഗ്രഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആരും ഗ്രഹിച്ചിട്ടില്ലെന്ന് ഞാൻ കയറി പറയാൻ എനിക്ക് എല്ലാവരുടെയും അറിവ് എനിക്കറിയില്ലല്ലോ. മീൻസ് എല്ലാവർക്കും എന്തൊക്കെ അറിയാമെന്ന് എനിക്കറിയത്തില്ലല്ലോ. 4 കാര്യങ്ങൾ സംഭവിക്കുമ്പോഴേ രക്ഷ എന്ന കാര്യം നടക്കുന്നുള്ളൂ. 4 കാര്യം. ഇത് 4 ഹീബ്രു ആണ്. 4 ഹീബ്രു ആണ്. ഒന്നാമത്തെ ഹോസേത്തി എന്ന് പറയും. ഹൊസേത്തി. ഈ ഹൊസേത്തി എന്നുള്ളത് ഐ വിൽ ബ്രിങ് യു ഔട്ട് എന്നാണ്. ഐ വിൽ ബ്രിങ് യു ഔട്ട്. രക്ഷയുടെ ഒന്നാമത്തെ പ്രോസസ്. നീ എവിടാണോ ആയിരിക്കുന്നത് അവിടെ നിന്ന് നീ പുറത്ത് വരണം. മനസ്സിലായോ? യേശു രക്ഷ സ്വീകരിച്ചു, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗം ഡേറ്റ് പറഞ്ഞു. നീ ഇപ്പോഴും എവിടായിരുന്നു അവിടെ തന്നെയാ. മനസ്സിലായോ? നമുക്ക് എൻ്റെ കുറെ കൂടെ ഒരു ഹ്യൂമറസ് ആയ സെൻസിൽ പറഞ്ഞാൽ, ഒരു പൂച്ച അത് സീവേജ് പിറ്റിനകത്ത് വീണു, കക്കൂസ് കുഴിക്കകത്ത് വീണു. മനസ്സിലായോ? അപ്പം കുറേ പേര് അവിടെ ചെന്നു. ഇപ്പം പൂച്ചയുടെ പ്രോബ്ലം നാറുന്നുള്ളതാണ്. അത് സാരമില്ല, ഞങ്ങൾ നല്ല സ്പ്രേ കൊണ്ടുവന്നിട്ടുണ്ട്. മനസ്സിലായോ? ഒരാൾ രോഗശാന്തി എന്ന സ്പ്രേ അടിച്ചു, പൂച്ചയ്ക്ക് രോഗശാന്തി കിട്ടി. മറ്റേയാൾ ഭൂതശാന്തിയുടെ സ്പ്രേ അടിച്ചു, ഭൂതശാന്തി സ്പ്രേ കിട്ടി. മറ്റേയാൾ വിടുതലിൻ്റെ സ്പ്രേ അടിച്ചു, വിടുതലായി. മറ്റേയാൾ തലമുറകളെ അനുഗ്രഹിക്കാനുള്ള സ്പ്രേ അടിച്ചു. അടുത്ത ആൾ ദേശത്തിൻ്റെ മാനിക്കുന്ന സ്പ്രേ അടിച്ചു.
അല്ലേ? പൂച്ച എവിടെ കിടക്കുന്നത്? പൂച്ച ഇപ്പോഴും സീവേജ് കുഴിക്കകത്ത് കിടക്കുക. മനസ്സിലായോ? സ്പ്രേ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. ഇഷ്ടംപോലെ സ്പ്രേ വരുന്നുണ്ട്. ഇതിനപ്പുറം ഞാൻ കടുപ്പിച്ച് പറയാനൊരു ഭാഷയില്ല. ഉദാഹരണമില്ല. ഒരുപാട് പേരും ഞങ്ങൾക്ക് ഉപവാസ പ്രാർത്ഥനയാ, ഞങ്ങൾക്കൊരു ബൈബിൾ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പം എല്ലായിടത്തും ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഫോണിൽ കൂടെ അഞ്ഞൂറ് പ്രാർത്ഥിക്കുന്ന പ്രെയർ ലൈൻ ഉണ്ട്. ഓൺലൈൻ പ്രെയർ ലൈൻ. ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സൂം മീറ്റിംഗ് ഉണ്ട്. തിരക്കാകട്ടോ, ഭയങ്കരമാണ്. അട്ടോ നീ ഇപ്പോഴും എവിടാ? നീ ഇപ്പോഴും എവിടാ? എവിടാ? ചെളിക്കുഴിയില്ല. നീ ഇപ്പോഴും ഈജിപ്തിൽ തന്നെ കിടക്കുക. അപ്പം ഈജിപ്തിൽ നിന്ന് പുറത്തു വരാതെ നീ ആയിരിക്കുന്ന പാരമ്പര്യത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, നീ ആയിരിക്കുന്ന പൈശാചിക കൂട്ടായ്മയിൽ നിന്ന്, നീ ആയിരിക്കുന്ന അന്ധകാരത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, നീ ആയിരിക്കുന്ന വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായി, മനസ്സിലായി, വ്യർത്ഥമായ നിങ്ങളുടെ പിതൃപാരമ്പര്യം ഉണ്ടല്ലോ, വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നടപ്പ്, അതിൽ നിന്ന് നീ പുറത്തു വരാത്തിടത്തോളം കാലം രക്ഷയുടെ ഒന്നാമത്തെ സ്റ്റേജിൽ നീ എത്തിയില്ല. ഒന്നാമത്തെ പ്രവർത്തനം നടന്നില്ല. പക്ഷെ നീ രക്ഷിക്കപ്പെടരുന്ന ആഗ്രഹമുള്ള സാത്താൻ, ഒരിക്കലും രക്ഷിക്കപ്പെടരുത്, സ്വർഗത്തിൽ പോകരുത് ആഗ്രഹമുള്ള സാത്താൻ സ്പ്രേയുമായിട്ട് കുറേ ആളുകൾ നിന്റെ അടുത്ത് അയച്ചിരിക്കുക. മനസ്സിലായി? ഒരാള് രോഗശാന്തി സ്പ്രേ ആണ്. മകള് എന്റെ മീറ്റിംഗ് ക്രൂസൈഡിന് വരിക, മനസ്സിലായി, നിന്റെ എല്ലാ രോഗം മാറിക്കൊണ്ട് ചെന്ന് രോഗം മാറി. ഈ പൂച്ച എപ്പോഴും കൊണ്ട് എങ്ങോട്ട് തിരിച്ചു പോകുന്നത്? അടുത്ത മകളെ നിന്റെ ഭർത്താവിന്റെ കള്ളുകൂടി മാറും. ഞങ്ങളുടെ വിടുതലിന്റെ മീറ്റിംഗ് നടക്കാൻ പോയി, ഇവിടെ 21 ദിവസം ഉപവാസം, നീങ്ങി പോരെ. മകളെ ചെന്ന് കെട്ടിയൊരു കള്ളുകൂടി മാറിയെന്നേ. പൂച്ച പിന്നെ എവിടെ പോകുന്നത്? പഴയ സ്ഥലത്ത്. അപ്പം ഈ പൂച്ചയെ സീവേജ് കുഴിക്കാത്തിട്ട് സ്പ്രേ അടിക്കുന്ന പരിപാടി എപ്പോഴും ഏത്? വിടുതൽ ശുശ്രൂഷകൾ, രോഗശാന്തി ശുശ്രൂഷകൾ, അത്ഭുത ശുശ്രൂഷകൾ, മിറക്കിൾ ക്രൂസൈഡ്സ് എവിടെ കിടക്കുന്നു ഇപ്പോഴും? ദാറ്റ് ഈസ് എ ഫസ്റ്റ് പ്രോബ്ലം. അപ്പം രക്ഷ എന്ന കാര്യം നടക്കണമെന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, നീ 1000 വട്ടം 1,00,000 പ്രാവശ്യം 1 കോടി പ്രാവശ്യം യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വിളിച്ചു പറഞ്ഞ് അവിടെ മുഴുവൻ നാറി നാശമാക്കി ലോകം മുഴുവൻ നീ വിളിച്ചു പറഞ്ഞ് പിന്നെ സുവിശേഷം നീ ഇറങ്ങുക. അനേക വീടുകളിൽ പ്രാർത്ഥിക്കാൻ നീ അങ്ങ് പോവുക. നീ തന്നെ പ്രാർത്ഥനാ ഗ്രൂപ്പ് നടത്തുക. ഓൺലൈൻ ഗ്രൂപ്പ് ഉണ്ട് നിനക്ക്, മനസ്സിലായി? നീ ചിലപ്പോൾ വിടുതൽ ശുശ്രൂഷ നടത്തുക. പാവം പൂച്ച ഇപ്പോഴും നീ എവിടെ കിടക്കുന്നത്? എന്നിട്ട് പഴയ സ്ഥലത്ത് തന്നെ. ഞാനിത് ആരെങ്കിലും ഹേർട്ട് ചെയ്യാൻ പറയുന്നതല്ല, പക്ഷെ ഇന്ന് ലോകത്ത് നടക്കുന്ന യാഥാർത്ഥ്യമാണ്. ഒരിക്കലും തങ്ങളായിരിക്കുന്ന ഇടത്തുനിന്ന് പുറത്തു വരാൻ ആളുകൾക്ക് തയ്യാറല്ലാത്തല്ല. അവർ പുറത്തു വരാൻ ദുഷ്ട സാത്താൻ അവരെ അനുവദിക്കത്തില്ല. ഇവിടെ എന്നാ കുഴപ്പം? ഇവിടെ എന്താ കുഴപ്പമൊന്നും? ഇവിടെ പ്രാർത്ഥിക്കണം, ഉപവസിച്ചു, പ്രവചിക്കണം, അന്യഭാഷ പറഞ്ഞു, ഇനി സ്നാനപ്പെടണം, ആരും അറിയാതെ ഇവിടെങ്കിലും രഹസ്യമായിട്ട് മുങ്ങിയിട്ട് ഇങ്ങനെ പോരും. ഇവിടെ വെച്ചാൽ മതി. ഇവിടെ എന്താ കുഴപ്പം? ഇവിടെ എന്തിനാ കുഴപ്പം? ഈ സീവേജ് കുഴിക്കകത്ത് എന്താ കുഴപ്പമെന്ന്? എടാ എന്തൊക്കെ സീവേജാണ്. ഫസ്റ്റ് തിങ്. ഇതിന്റെ ഒരു സിംബോളിക് ഒരു ഇൻസിഡന്റ് ഉണ്ട്. സിംബോളിക് ഇൻസിഡന്റ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശീകരിക്കപ്പെടുന്നതിന് ചില ദിവസങ്ങൾക്ക് മുമ്പ് യെരുശലേം ദേവാലയത്തിലേക്ക് വരുമ്പോൾ താന് ബെഥാനിയിൽ നിന്ന് ഇറങ്ങി ബെത്ഫേഗ വഴിയാണ് യെരുശലേം പോകേണ്ടത്. ബെത്ഫേഗയ്ക്ക് വരുന്നതിന് ഒരു 1.5 മൈല് മുമ്പ് കർത്താവ് നിന്നു. നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് അവിടെ ഒരു പെൺകഴുതിയെ അവൻ്റെ കുട്ടിയെ കെട്ടിയിട്ടുണ്ട്, അതിനെ അഴിച്ചുകൊണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. വാസ്തവത്തിൽ കർത്താവിന് അങ്ങോട്ട് പോകില്ലേ? ഇവരെ അങ്ങോട്ട് വിടേണ്ട ആവശ്യമില്ലല്ലോ. കർത്താവ് അത് വേണ്ടി പോന്നു, അഴിച്ചിട്ട് വട്ടം കയറിയാൽ മതിയല്ലോ. ഇവരെ തന്നെയാണ് അഴിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത്.
ശരിക്കും ഇത്രയും നാളും കർത്താവ് ചെയ്തിരുന്ന മിനിസ്ട്രി ഉണ്ട്. പലവിധമായ ബന്ധനങ്ങൾ കുടുങ്ങിക്കിടന്ന ആളുകളെ അഴിക്കുക എന്നുള്ളതായിരുന്നു. ഇനി ഈ ഒരാഴ്ചയോടെ കഴിഞ്ഞാൽ താന് ക്രൂശിക്കപ്പെട്ട് പിന്നെ പിതാവിന്റെ സന്നിധി പോവുക. ഈ ശുശ്രൂഷ ആര് ചെയ്യണം? ശിഷ്യന്മാർ ചെയ്യണം. ശിഷ്യന്മാർ ചെയ്യുന്നതിന് വേണ്ടി അവരെ അയക്കുക. അവരോട് ഒരു കാര്യം ചെയ്യണം. ആ പെൺകഴുതയെ അതിന്റെ കുട്ടിയെ അഴിക്കണം. എന്നിട്ട് അഴിച്ചങ്ങ് വിടരുത്. അഴിച്ച് സ്വതന്ത്രമായിട്ട് വിടരുത്. എൻ്റെ അടുത്ത് കൊണ്ടുവരണം. എന്തിന്? എനിക്ക് വാഹനമൃഗമാക്കാൻ. രക്ഷ. സുവിശേഷം പറഞ്ഞ് യേശു ക്രിസ്തുവിൽ രക്ഷയുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നവരെ അഴിച്ച് നീ എവിടെ കൊണ്ടുവരണം? ജാതീയ, പിതൃപാരമ്പര്യ, പൈശാചിക എന്തെല്ലാം കൂട്ടുകെട്ടോ അതിൽ നിന്നൊക്കെ അഴിച്ച് യേശുവിന്റെ കാൽക്കൽ കൊണ്ടുവരണം. എന്തിന്? ഇപ്പൊ യേശു എന്നെ ഉണ്ടാക്കിയിരിക്കുന്ന യേശുവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാകാൻ. പക്ഷെ നമ്മൾ മിടുക്കന്മാരാണെന്ന് അറിയാമോ? നമ്മൾ അവിടെ ചെന്ന് കഴുതയെ കണ്ടു. അപ്പൊ കഴുത കെട്ടിയിട്ടിരിക്കുക. തീറ്റിയൊന്നും പോരാ. ചൊട്ടിയിട്ടുള്ള വയറൊക്കെ. പല ആംഗിൾ നമ്മൾ കഴുതയുടെ ഫോട്ടോ എടുക്കും. തീറ്റിയില്ലാതെ നിൽക്കുന്നു. അതിന്റെ ഒട്ടിയ വയറും ചൂട്ടിയ കവിളും ഒക്കെ നമ്മൾ കറക്റ്റ് ഫോക്കസ് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മൾ ബ്ലോഗ് ഉണ്ടാക്കും, പരസ്യപ്പെടുത്തും. കാണുവീൻ ആ കഴുതയുടെ കഷ്ടപ്പാട്. ഇതാ മറ്റു കഴുതകളെല്ലാം സ്വാതന്ത്ര്യത്തോട് തിന്നു നടക്കുമ്പോൾ ഇതാ ഇവിടെ ഒരു കഴുത. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ കഴുതയ്ക്ക് വേണ്ടി നമ്മളൊരു പ്രോജക്റ്റ് ഉണ്ടാക്കുന്നേ. പ്രോജക്റ്റ് ഉണ്ടാക്കുമ്പോൾ കഴുതയ്ക്ക് ഒരു ദിവസത്തേക്ക് ഒരു 2 പൗണ്ടിന്റെ ചാപ്പാട് മതി. നമ്മളൊരു 1000 പൗണ്ട് ഡെയിലി കഴുതയ്ക്ക് വേണ്ടി പിരിക്കും. അപ്പം നമുക്ക് ആഫീസായി, എയർ കണ്ടീഷൻ ആഫീസായി, എക്സിക്യൂട്ടീവ് റൂംസായി, വണ്ടിയായി, സ്റ്റാഫായി, പിയൂണായി, ശമ്പളമായി, പ്രോജക്റ്റുകളായി. പ്രോജക്റ്റ് വിസിറ്റ് ചെയ്യാൻ ജർമ്മനിയിൽ നിന്ന് ആൾക്കാർ വരും കഴുതയെ കാണാൻ. ഇറ്റലിയിൽ നിന്ന് ഒരു കൂട്ടം ആൾക്കാർ വരും. പിന്നെ ഇവിടെ ഈ മറ്റേ നെതർലൻഡ്സിൽ നിന്ന് അടുത്ത കൂട്ടം ആൾക്കാർ വന്നു. എല്ലാവരും കണ്ടു, കഴുതയെ കണ്ടു, തൃപ്തിയായി. നമുക്ക് കഴുതയോടൊരു യാചനയുണ്ട്. പൊന്നു കഴുതേ, നീ ഇവിടെ കിടന്നോണം. നീ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയാൽ നമ്മുടെ ആഫീസ് പൂട്ടി. നമ്മുടെ ഓഫീസർമാർക്ക് എവിടെ നമ്മൾ ശമ്പളം കൊടുക്കും? രക്ഷയ്ക്ക് വന്ന ട്വിസ്റ്റ് കണ്ടോ? ദ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ദ വെരി ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, അതിന് ഹീബ്രുവിൽ പറയുന്നത് യാത്സ എന്നാണ്. യാത്സ, YATZA, യാത്സ. യാത്സ means to go out, to come out, to bring forth, to depart. നീ എവിടെ ആയിരിക്കുന്നു? നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു വരണം. അവിടെയാണ് രക്ഷയുടെ സ്റ്റേജ് നമ്പർ 1, കൺസെപ്റ്റ് നമ്പർ 1. ദൈവം വ്യക്തമായി കൊടുക്കുക മോശയ്ക്ക്. മോശ അത് അഹരോനുമായിട്ട് ഡിസ്കസ് ചെയ്യുക. രക്ഷ നടക്കണമെന്നുണ്ടെങ്കിൽ ഈജിപ്തിൽ രക്ഷയില്ല. നീ ആയിരിക്കുന്ന ഇടത്ത് സാൽവേഷൻ നടക്കത്തില്ല. അവിടെ കൊണ്ടുപോയി മറ്റേ പൂച്ചയ്ക്ക് സ്പ്രേ അടിക്കുന്ന പരിപാടിയല്ല രക്ഷ. ദിസ് ഈസ് നമ്പർ 1. ഇനിയും നമ്പർ 2 എന്ന് പറയുന്നത് അതിനെ ഹിസാൽത്തി എന്ന് പറയും. ഹിസാൽത്തി എന്ന റൂട്ട് വേർഡ് നത്സാലാണ്. NATSAL, നത്സാൽ എന്ന റൂട്ട് വേർഡാണ്. എന്താണ് അവിടെ സംഭവിക്കുന്ന രണ്ടാമത്തെ കാര്യം? നീ പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കണം അവിടെ. ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ഇല്ലാതെ നിനക്ക് പുറത്തു വരാൻ കഴിയത്തില്ല. റെസ്ക്യൂ ഓപ്പറേഷൻ. ഈ റെസ്ക്യൂ ഓപ്പറേഷൻ ഈജിപ്തിൽ നടന്നത് 3 കാര്യങ്ങൾ ഒരുപോലെ സംഭവിച്ചപ്പോഴാണ്. ഒന്ന്,
ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി. ഉം. 2, അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ ചോരയ്ക്ക് പിന്നിൽ മറഞ്ഞു. 3, മിസ്രൈമിൽ നിറങ്ങാൻ ജനം തയ്യാറായി. ഉം. മിസ്രൈമിൽ നിറങ്ങാൻ ജനം തയ്യാറായി. ഉം. A power from heaven has to come down. ഉം. You must hide it behind the blood of the Blood of Lamb of God, and you must be ready to come out. ഉം. അപ്പം പുതിയ നിയമത്തിൽ ദൈവരൂപത്തിലിരിക്കുക, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി, ദാസരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ ഒഴിച്ച് ഉം. ഇങ്ങ് ക്രൂശിലെ ഒരു റെസ്ക്യൂവർ വന്നു. ഉം. റെസ്ക്യൂ ഓപ്പറേഷൻ തുടങ്ങി. ഹൗ ഡു യു റെസ്പോണ്ട് ടു ദ റെസ്ക്യൂ ഓപ്പറേഷൻ? ഉം. റെസ്ക്യൂ എന്ന് പറഞ്ഞ ഒരു ഓപ്പറേഷനാണ്. അതെ, അതെ. റെസ്ക്യൂ ഓപ്പറേഷൻ ഉം. അനേകർക്കും വേണ്ടിയത് എന്തെന്നറിയാമോ? ഒരു ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നുള്ളതാണ്. ഉം. Unfortunately, we present to the world a wrong Jesus. ഉം. നമ്മൾ പ്രസന്റ് ചെയ്യുന്ന യേശു അവൻ നിന്റെ പാപമെല്ലാം ക്ഷമിക്കും, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ അല്ലേ? നിന്റെ പാപമെല്ലാം ക്ഷമിക്കും. യേശു നിന്നെ സൗഖ്യമാക്കും, യേശു നിന്നെ വിടുവിക്കും, യേശു നിന്നെ സ്നേഹിക്കുന്നു. Okay, this is the Jesus we present to the world. Yes. But this was not the Jesus that God exclusively presented to the world. ഉം. പിതാവായ ദൈവം ലോകത്തിന് പ്രസന്റ് ചെയ്ത യേശു ഇതല്ല. ഉം. അതായത് യേശു തൻ്റെ ഭൂമിയിലെ പിതാവെന്ന് അറിയപ്പെടേണ്ട യോസെഫിനോട് സ്വർഗസ്ഥനായ പിതാവെന്ന് പറയാ, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്നത് കൊണ്ട്, ക്ഷമിക്കാനിരിക്കുന്നുണ്ടെന്നല്ല, പിന്നെ നമ്മുടെ മുമ്പുള്ള ഏതെങ്കിലും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ബട്ട് എനിക്കറിയാവുന്നൊരു കാര്യം പറയാം. ഈ ഗാന്ധി ലണ്ടനിൽ പഠിക്കുന്ന കാലത്ത് he was a great seeker of truth. അറിയാമല്ലോ, എപ്പോഴും ഒരു സത്യാന്വേഷണമായിരുന്നു ഗാന്ധി. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ. He had a problem, the problem of sin. പാപം, അതെന്താ പാപിയാണെന്നറിയാം. ഈ പാപം ചെയ്യുമ്പം ഓരോ സൽപ്രവൃത്തി അപ്പുറത്ത് പോയി ചെയ്യുന്നു, അപ്പൊ ഇച്ചിരി സമാധാനം കിട്ടും. ഈ എത്ര സൽപ്രവൃത്തി ചെയ്താലും പാപത്തിൽ പൂർണ്ണമായും ഒരു മോചനമില്ല. He does not want to commit sin. അന്വേഷിച്ച് എവിടെ നിന്നറിയാമോ? ഈ പ്ലിമത്ത് ബ്രദറൻ എന്ന് പറയുന്ന ഒരു കൂട്ടരെടുത്ത് തന്നു. പ്ലിമത്ത് ബ്രദറൻ അവരോട് ചോദിച്ചു, മൈ പ്രോബ്ലം ഈസ് സിൻ, ക്യാൻ യു ഹെൽപ്പ് us? അവർ, വൈ നോട്ട്, ഞങ്ങളുടെ യേശു വിട്ടിരിക്കുകയല്ലേ, ഇങ്ങനെ പോരെ. ഓക്കെ, വാട്ട് വിൽ യുവർ ജീസസ് ഡു? ഹി വിൽ ഫോർഗിവ് യുവർ സിൻ. ഓക്കെ, അവൻ നിന്റെ പാപമെല്ലാം ക്ഷമിക്കും. ഒക്കെ സംഭവിച്ചു. അത് കഴിയുമ്പോഴോ വിൽ ഐ സ്റ്റിൽ കമ്മിറ്റ് സിൻ? യെസ്, നീ പിന്നെയും പാപം ചെയ്യും. അപ്പോഴതോ അതും യേശു ക്ഷമിക്കും. പിന്നെയും പാപം ചെയ്യും, അതും യേശു ക്ഷമിക്കും. ഞങ്ങളും അങ്ങനെ, ഞങ്ങൾ പാപം ചെയ്യും, യേശു ക്ഷമിക്കും, ഞങ്ങൾ പാപം ചെയ്യും, യേശു ക്ഷമിക്കും. ഗാന്ധി ഇതൊക്കെയാ. അതിനെനിക്ക് നിങ്ങളുടെ യേശു വേണ്ട. പാപം ക്ഷമിക്കാൻ ഞങ്ങളുടെ മതത്തിലും ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ ചെയ്തെങ്കിൽ പാപക്ഷമ കിട്ടും. ഐ ഡോണ്ട് വാണ്ട് ടു കമ്മിറ്റ് സിൻ എനിമോർ. എനിക്ക് വേണ്ടത് ഒരു അബ്സല്യൂട്ട് സാൽവേഷനാണ്. ഇനി എനിക്ക് പാപം ചെയ്യണ്ട, പാപത്തിൽ നിന്ന് പൂർണ്ണമായ രക്ഷയാണ് എനിക്ക് വേണ്ടത്. ഈ പാവങ്ങൾ പ്ലിമത്ത് ബ്രദറൻ ഉണ്ടല്ലോ, അവർ ഈ ഭാഗം വായിച്ചാൽ, ഏത് ഭാഗം? അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്ന രക്ഷകനാണ് യേശു. ദൈവം ലോകത്തിന് തന്ന യേശു ക്രിസ്തു രക്ഷകനാണെന്നുള്ള വാക്യം പറഞ്ഞിട്ട് ഫോർഗിവർ ആണ് എന്ന് മാറ്റിയപ്പോൾ ഇന്ത്യൻ
ജനതയ്ക്ക് സംഭവിച്ച ഒരു വലിയ നഷ്ടം, ഒരു വലിയ മനുഷ്യനെ അവർക്ക് നഷ്ടമായി. Yes. അല്ലെങ്കിൽ ഈ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ, Hmm. what a charismatic Christian missionary, Christian leader he would have He would become. He would have been. He would have Yes, yes. won India for Christianity. ഇന്ത്യ ക്രിസ്ത്യാനിറ്റി കൊണ്ട് പിടിച്ചിറക്കുമായിരുന്നു ഗാന്ധി. Hmm. പക്ഷെ എവിടെ ചെന്ന് പെട്ടത്? വേദോസ്തം അറിയുമ്പോൾ തൂദേശിമാരുടെ കയ്യിലാണ്. Hmm. ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാ. അവൻ നിന്റെ പാപമെല്ലാം ക്ഷമിക്കുന്നു, അവൻ നിന്നെ സൗഖ്യമാക്കും, അവൻ നിന്നെ ആശ്ലേഷിക്കുന്നു, അവൻ നിന്നെ സ്നേഹിക്കുന്നു. എന്തോ വലിയ അബദ്ധമാണ്. അപ്പൊ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, യു ഹാവ് ടു ഈൽഡ് ടു ദ റെസ്ക്യൂവർ. ആ രക്ഷ നടപ്പാക്കുന്ന ആളുണ്ടല്ലോ, റെസ്ക്യൂ ഓപ്പറേഷൻ. ആ റെസ്ക്യൂ ഓപ്പറേഷന് നീ ഈൽഡ് ചെയ്യണം. ഇതാണ് രക്ഷയിലെ രണ്ടാമത്തെ പ്രോസസ് എന്ന് പറയുന്നത്. ഇനി രക്ഷയുടെ ഇത് നാറ്റ്സാൽ എന്ന് പറയും. ഇനി രക്ഷയുടെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വെഗാൽത്തി എന്നാണ്. വെഗാൽത്തി എന്ന് പറയുന്നത് ഗആൽ എന്ന റൂട്ട് വേർഡാണ്. ഗആൽ എന്ന റൂട്ട് വേർഡ്. ഗആൽ എന്ന റൂട്ട് വേർഡിന് റെഡീം എന്ന അർത്ഥമുണ്ട്. ആക്ട് ആസ് എ കിൻസ്മൻ റെഡീമർ എന്നുണ്ട്, അവെഞ്ച് എന്നുണ്ട്, റാൻസം എന്നുണ്ട്, ഡെലിവർ എന്നുണ്ട്. റെഡീമർ എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കുക. അതിന്റെ അർത്ഥം ഞാൻ പറയാൻ പോവാം. ഈ പിന്നെ ശരീരം മുഴുവൻ ചൊറിഞ്ഞുകൊണ്ടൊരു അപ്പച്ചൻ ചാരത്തിനകത്തിരിക്കുക, പേര് യോബെന്ന. അപ്പം സ്നേഹിതർ ചോദിച്ചു, നീ ആപ്പോൾ തട്ടിപ്പോറായി. ആര് പറഞ്ഞു? ദൈവത്തെ കൂടെ അങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞു പോയി ചാവാൻ പറഞ്ഞു. ഇങ്ങനെ എത്ര നാൾ ചോറി നിനക്കെന്നോ അറിയാന്ന് ചോദിച്ചു. അയ്യോ പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്, വ അനി യദാത്തി ഗഓലി ഖയ്യാ. നിങ്ങൾ പറഞ്ഞൊക്കെ ശരി, എനിക്ക് ഒരു കാര്യം അറിയാം, എന്നെ വീണ്ടെടുക്കുന്ന ഒരുത്തൻ ജീവനോട് ഇരിപ്പുണ്ട്. രക്ഷ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഗആൽ എന്ന വീടിന്റെ അർത്ഥം മനസ്സിലാക്കണം. ഗആൽ. എൻ്റെ കുടുംബത്തിൽ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരാളുണ്ട്. എനിക്കുള്ളത് മുഴുവൻ അയാൾ തന്നതാണ്. എനിക്കുള്ളത് മുഴുവൻ അയാൾ തന്നതാണ്. അതിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടമായി പോയാൽ നഷ്ടപ്പെട്ട ഇടത്ത് ആ ആള് ഇറങ്ങി വരും. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവനോടിരിക്കുന്നു. ഞാൻ ഈ ചാരത്തിൽ നിന്ന് ഇങ്ങനെ ചിരണ്ടില്ലയോ, ഒരു ദിവസം എൻ്റെ വീണ്ടെടുപ്പുകാരൻ ഈ ചാരത്തിൽ ഇറങ്ങി വരും. അപ്പം യേശുക്രിസ്തു ചെയ്തത് ഒന്ന്, നമ്മുടെ പാപത്തിന്റെ പരിഹാരമായ ശിക്ഷ. ഏത് ശിക്ഷ? പാപം ചെയ്യുന്ന ദൈവം മരിക്കണം. നമ്മുടെ പാപത്തിന് പോലും അദ്ദേഹം മരിച്ചു. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ ഇതിനൊരു പ്രൈസ് ഉണ്ട്. പ്രൈസ്. ഞാൻ എന്ന വ്യക്തിയുടെ ജീവനൊരു പ്രൈസ് ഉണ്ട്, വിലയുണ്ട്. ഇപ്പൊ ഞാൻ സാധാരണ കയ്യിലിരിക്കുക, ആ എന്നെ വിലയ്ക്ക് വാങ്ങണം. വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ രക്തം. അതെവിടെ കൊണ്ട് കെട്ടിവെച്ചു? സ്വർഗത്തിന്റെ കോടതി കൊണ്ട് കെട്ടിവെച്ചു. സ്വർഗത്തിന്റെ കോടതിയിൽ തന്റെ ചോര എന്റെ വിലയായിട്ട് അവിടെ കൊണ്ട് കൊടുത്തു. ഓക്കെ, ബാബു പാപിയ, നീ തന്നേക്കാൻ എന്റെ വിലയുണ്ട്, ഞാൻ കെട്ടിവെച്ചല്ലോ. Now you give him over to me. ഇതാണ് ഗആൽ എന്ന് പറയുന്നത്. ഗആൽ. So you must be ready to accept Jesus as your redeemer. റിഡംഷൻ എന്ന വലിയ പ്രോജക്റ്റിന്, പദ്ധതിക്ക് നിങ്ങൾ തയ്യാറാകണം. റിഡംഷൻ. ഇനിയും അത് നമുക്ക് ചെറിയ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്.
ദാറ്റ് ഇസ് എ തേർഡ് തിങ്. ഇനി അതിൽ ഇൻവോൾവ് ആയ നാലാമത്തെ വാക്ക്, ദി ഫോർത്ത് വേർഡ് ഇൻവോൾവ് ഇൻ ഇറ്റ്. അതിന് ഇൻവോൾവ് ആയ നാലാമത്തെ വാക്കെന്ന് പറയുന്നത്, ഓക്കെ, അതിന് ലഖാത്തി എന്ന് പറയും. ലഖാത്തി. എന്തോ ഈ ലഖാത്തി എന്ന് പറഞ്ഞാൽ, ലഖാഖ് എന്നതിൻ്റെ ഒറിജിനൽ വേർഡ്, റൂട്ട് വേർഡ്. ലഖാഖ് മീൻസ് ടു ടേക്ക്, ടു റിസീവ്, ടു സീസ്, അക്വയർ, ബൈ, ബ്രിങ്, മാരി, ആക്സെപ്റ്റ്. ഒരു ദിവസം ഇനി ഈ ആളിൽ നിന്ന് നിന്നെ ആരും പിടിച്ചു കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ, ഈ ആളിൽ നിന്ന് ഇനി ആരും ആരും പിടിച്ചു കൊണ്ടുപോകത്തില്ല. യോക്കെ ആൻറ്റി? യെസ്. ഒരു ദിവസം ഇനി ആരും നിന്നെ പിടിച്ചു കൊണ്ടുപോകാത്ത രീതിയിൽ തന്നോട് പൂർണ്ണമായി ചേർക്കും. ഒരു പഴയ പാട്ടുകാരനുണ്ടായിരുന്നു, എം.ഇ. ചെറിയാച്ചൻ എന്ന് പറയും. എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ സ്നേഹിതനായിരുന്നു. അതെ. അദ്ദേഹത്തിന്റെ ഒത്തിരി പാട്ടുകൾ. ഒരു നാളും ഇനി പിരിയാതെ മരുവും ഒരു നാളും ഇനി പിരിയാതെ മരുവുന്ന ആനന്ദമായി. ഇത്രയുമാണ് കോൺസെപ്റ്റ് ലെവൽ രക്ഷയുടെ. അപ്പൊ അവിടാണ് റൂട്ട് അന്വേഷിച്ച്, ഹിബ്രായിക്ക് റൂട്ട് അന്വേഷിച്ചുകൊണ്ട് അവിടാണ്. ഇനി നമ്മളെ രക്ഷയ്ക്ക് നമ്മളെ പ്രാപ്തരാക്കുന്ന ദൈവത്തിന്റെ പ്രോഗ്രാമിനെ നമുക്ക് എന്ത് പറയാം? ഗോസ്പൽ അല്ലെങ്കിൽ സുവിശേഷം എന്ന് പറയാം. ഗോസ്പൽ. എന്താ ഗോസ്പൽ? പൗലോസ് പറയാ, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. റോമാലേഖനം 1-ാം അധ്യായം. വിശ്വസിക്കുന്ന ഏവനും, ആദ്യ യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാണ്. എന്തോ ഈ സുവിശേഷത്തിലുള്ളത്? നമ്മൾ വെച്ച് പറയും പാപക്ഷമ, രോഗശാന്തി, വിടുതൽ, ദേശത്ത് നിന്നെ മാനിച്ചു, തലമുറയെ ഉയർത്തി, ദൈവം നിന്നെ മാനിച്ചു. ഇതൊന്നും ദൈവം ചെയ്യത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഇതൊന്നും രക്ഷ എന്ന വേർഡിൽ, സുവിശേഷത്തിൽ, ഓഫറിലില്ല. ദൈവമൊന്നും ചെയ്യത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. സുവിശേഷത്തിലൊന്നും ഓഫറില്ല. സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. വിശ്വസിക്കുന്ന യവനും ആദ്യ യഹൂദനും പിന്നെ യവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകും. അതിൽ ഇൻ ദ ഗോസ്പൽ ദൈവത്തിന്റെ നീതി, the righteousness of God is revealed. അതിൽ വെളിവാകുന്ന righteousness from God, righteousness of God അല്ല, righteousness from God is revealed. എങ്ങനെ? by faith and for faith. വിശ്വാസത്തിനായും വിശ്വാസം ഹേതുവായും വെളിപ്പെട്ടു വരുന്നു. ഏത്? ദൈവത്തിന്റെ നീതി. എന്താ സുവിശേഷം? What is gospel? Gospel is the righteousness of God. Gospel is the righteousness. ഞാൻ സുവിശേഷമാണ് പ്രസംഗിക്കുന്നെങ്കിൽ എന്തിനെ പറ്റി പ്രസംഗിക്കുന്നത്? വരുവീൻ വിടുതൽ പ്രാപിപ്പിനല്ല, വരുവീൻ ബന്ധന വഴിവീനല്ല. ഇതൊന്നും ഇല്ലെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ എന്താ പ്രസംഗിക്കേണ്ടത്? സുവിശേഷം ദൈവത്തിന്റെ റൈച്ചസ്നെസ്, റൈച്ചസ്നെസ് ഫ്രം ഗോഡ്. അത് കുറെ കൂടി ഇംഗ്ലീഷ് പറയുമ്പോൾ ക്ലിയർ ആകത്തുള്ളൂ. റൈച്ചസ്നെസ് ഫ്രം ഗോഡ്. ഇത് 3 സ്റ്റേജസിലായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇത്രയും മനസ്സിലായില്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. എന്തോ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞേ? സ്നാനപ്പെട്ടു, മുക്കി, ആത്മാഭിഷേകം പ്രാപിച്ചു, അന്യഭാഷ. യെസ്, ദാറ്റ്സ് ഫൈൻ. ഈ രക്ഷിക്കപ്പെട്ടവരെല്ലാം സ്വർഗത്തിൽ പോകുന്ന ബൈബിളിൽ പറഞ്ഞിട്ടില്ല. സ്നാനപ്പെട്ടവർ പോകുന്നു പറഞ്ഞില്ല. ഒരാൾ എന്നോട് ചോദിച്ചു,
അപ്പോൾ പാസ്റ്റർ സ്നാനപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ പോകില്ല. ഞാൻ പറഞ്ഞു, നീ സ്നാനപ്പെട്ടാ പോകും. ഇതാ നിന്റെ കയ്യിൽ മനസ്സെങ്കിൽ നീ ഒരു 50 പ്രാവശ്യം മുങ്ങിയാൽ നീ പോകുമോ? അല്ലേ? ശരിയല്ല. നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ, ചന്ദ്രനെ പോലെ, നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. അവൻ രക്ഷപ്പെടുന്നവരാ? രക്ഷിക്കപ്പെടുന്നവരാരാ? നീതിമാന്മാർ. നീതിമാന്മാർ. നീതിമാന്മാരെ രക്ഷ പ്രാപിക്കുന്ന കൂട്ടത്തിലുള്ളൂ നീതിമാന്മാർ. അത്രേ ഉള്ളൂ. വേറെ ആരെയും പറ്റി പറഞ്ഞിട്ടില്ല. നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ. നൗ ദ ക്വസ്റ്റ്യൻ, നീ ചെയ്യുന്ന ഒരു നീതി പ്രവൃത്തിയും നിന്റെ രക്ഷയ്ക്ക് കാരണമല്ല. ഒരു നീതി പ്രവൃത്തിയും. കാരണം നിന്റെ നീതി പ്രവൃത്തികൾ ദൈവത്തിന്റെ മുമ്പാകെ കറ വരേണ്ട തുണി പോലെ എടുക്കത്തില്ല. നിന്റെ ചെയ്യുന്ന ഒരു നീതി പ്രവൃത്തികൾ എടുക്കത്തില്ല, കറ വരേണ്ട തുണി. ഓ, തീർന്നു. ഇനി റൈച്ചസ്നെസ്സിനെ പറയാൻ പോവാം. നീതിമാനായ ദൈവം തൻ്റെ പുത്രനെ പാപികൾക്ക് വേണ്ടി താൻ നിശ്ചയിച്ച ശിക്ഷ അനുഭവിക്കാൻ ഭൂമിയിൽ അയച്ചു. ദൈവത്തിന്റെ ഫസ്റ്റ് വേർഡിക്റ്റ് ഓൺ ഹ്യൂമൻ ബീയിങ്സ്, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ദൈവത്തിന്റെ കോടതി അത് കഴിഞ്ഞ് ഒരു 4000 കൊല്ലം കഴിഞ്ഞ് കൂടി ഗൊൽഗൊഥായിൽ, കാൽവരി മലമുകളിൽ പാപം ചെയ്ത് ദേഹി മരിക്കുമെന്നുള്ള ദൈവത്തിന്റെ വേർഡിക്റ്റ് ഒരാൾ നടപ്പാക്കി. ആര്? തന്റെ പുത്രൻ നടപ്പാക്കി. എങ്ങനെ? ഒന്ന്, മനുഷ്യരാശിയുടെ പാപം മുഴുവൻ തൻ്റെ മേലേറ്റു. അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ഗെത്സമനായിൽ കമണ് വീണു. മനുഷ്യരാശിയുടെ പാപത്തിന്റെ ശിക്ഷ മുഴുവൻ തൻ്റെ മേൽ അങ്ങ് ഏറ്റെടുത്തു. അല്ലേ? അവിടുന്ന് നടന്ന് ഗോൽഗോത്ത വരെ പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ആരുടെ ജഡത്തിൽ? തൻ്റെ ജഡത്തിൽ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി അടിപ്പിണുകളുടെ സൗഖ്യം വരുത്തി. ഓക്കെ, ഇനി രക്ഷ എങ്ങനെ നടക്കുന്നു പറയാൻ പോവാം. രക്ഷ നമ്പർ 1, പാപിക്ക് അവിടെ വരാം. എവിടെ വരാം? ക്രൂശിന്റെ ചുവട്ടിൽ വരാം. വിശ്വസിക്കുന്നവരെ അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകേണ്ടതിന് ദൈവം തന്റെ പുത്രനെ പരസ്യമായിട്ട് അവിടെ നിർത്തിയിരിക്കുക. പാപിയായ ബാബു അവിടെ വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ ഒരു എക്സ്ചേഞ്ച് നടക്കുകയാണ്. എക്സ്ചേഞ്ച്. ഞാൻ ചെന്ന് എൻ്റെ മുഴുവൻ പാപവും ഏറ്റുപറഞ്ഞ് അവിടെ അങ്ങ് സമർപ്പിച്ചു. എൻ്റെ പാപം മുഴുവൻ, ഞാൻ അതുവരെ ചെയ്ത മുഴുവൻ പാപം ആ ക്രൂശിന്റെ ചുവട്ടിൽ കൊണ്ടിട്ടു. ഓക്കെ, തൻ്റെ ശരീരത്തിൽ എൻ്റെ ശിക്ഷ നടപ്പാക്കി. ഓൾറെഡി നടപ്പാക്കി കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ പാപം അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, അങ്ങോട്ട് കൊടുക്കണം, ഏൽപ്പിക്കണം, എക്സ്ചേഞ്ച് ചെയ്യണം. ദൈവം ക്ഷമിച്ച പാപങ്ങളാണ് ഞാൻ എൻ്റെ ശരീരത്തിൽ കൊണ്ട് നടക്കുന്നത്. പരിഹാരം വരുത്തിയ പാപങ്ങളാണ്. കർത്താവ് അവിടെ കൊണ്ട് കൊടുക്കണം, ഏറ്റു പറയണം. തൻ്റെ തെറ്റുകളെ ഏറ്റു പറയണം. അവന് ശുഭം വരുമെന്ന്. പാപിയ തെറ്റല്ലേ ഏറ്റു പറഞ്ഞു. നീതിമാനായ ദൈവം തൻ്റെ റൈച്ചസ്നെസ് എൻ്റെ മേൽ ഇംപ്യൂട്ട് ചെയ്തു. ഇംപ്യൂട്ടേഷൻ. ഞാൻ പാപിയ. ഇംപ്യൂട്ട് എന്ന് പറഞ്ഞാൽ അത് നീ എന്തല്ലയോ അത് നീ ആണെന്ന് പറയുക. നീ നീതിമാനല്ല. ജീസസ് ഇംപ്യൂട്ടഡ് ഹിസ് റൈച്ചസ്നെസ് ഓൺ യു. അവിടെയാണ് സുവിശേഷം, രക്ഷയ്ക്കായി ദൈവശക്തി, അതിൽ ദൈവത്തിന്റെ നീതി എന്ന് പറഞ്ഞു. നീ പാപം ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു?
തൻ്റെ റൈച്ചസ്നെസ് ഹി ഇംപ്യൂട്ടഡ് ഓൺ യു ഉം. എന്ന് പറഞ്ഞാൽ നിനക്ക് തരാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അല്ലെ നിന്നെ പാവി എന്നുള്ള ടൈറ്റിൽ മാറ്റി എന്താക്കി റൈച്ചസ് നീതിമാൻ എന്ന് എഴുതി. ഉം. ഓക്കെ, നീതിമാനായോ? ഞാനിപ്പോഴാ പഴയ മനുഷ്യനില്ലയോ? ഉം. നീതിമാനായില്ലല്ലോ, ആയില്ല. ഇവിടെയാണ് കൺഫ്യൂഷൻ വരുന്നത്. നിന്നെ നീതിമാനെന്ന് എഴുതിയതേ ഉള്ളൂ, നീ ആരായില്ല? നീതിമാനായില്ല. നീതിമാനാകണമെങ്കിൽ സെക്കൻഡ് പ്രോസസ്സിൽ പോകണം. സെക്കൻഡ് പ്രോസസ്, യു മസ്റ്റ് ഇംപാർട്ട് ഫ്രം ഹിസ് Yeah. റൈച്ചസ്നെസ്. The first is imputing, the second is imparting. ഉം. First is imputing, second is imparting. Okay. ഇപ്പം മോമിന്റെ സ്വത്ത് മോൾക്ക് വേണ്ടി എഴുതി വെച്ചു. എത്ര വായിക്കട്ടെ എഴുതി വെച്ചു. ഉം. ഇംപ്യൂട്ടിംഗ് ആണ്. അതെ. അതിന്റെ അർത്ഥം അവർക്ക് വല്ലതും കിട്ടിയെന്നാണോ? അല്ല, they should receive it. Yeah. പിന്നെന്ത് ചെയ്യണം? She should work on it. Yes. She should work on it. ഉം. കിട്ടിയത് ഒരൊറ്റ പൈസയും ചെലവാക്കിയല്ല. ഉം. നീതിമാനായി എണ്ണിയത് ഒറ്റ പൈസയും ചെലവാക്കിയല്ല. ഉം. ഇനി അവിടെ മുതൽ ദൈവം ആഗ്രഹിക്കുന്ന മുഴുവൻ നീതി പ്രവൃത്തികളും ചെയ്ത് 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 യു ഷുഡ് ഇംപാർട്ട് ഇറ്റ് ഓൺ യു. Yes. എന്നെ നീതിമാനാക്കിയത് നിനക്ക് ഒന്നും ചെയ്തിട്ടില്ല, വിശ്വസിച്ച് മാത്രമേ ചെയ്തുള്ളൂ. ഉം. നീ അവിടെ മുതൽ പ്രവർത്തി തുടങ്ങാൻ പോവാം. Yes. പ്രവൃത്തി 1, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. ആ പ്രവൃത്തിയാണോ? ആണ്, ആണല്ലോ. പ്രവൃത്തിയല്ലേ സ്നാനമേറ്റത്? ആർ യു ഫോളോയിങ് മീ? Yes, yes, yes. Yeah, very much. Yeah. രണ്ടാമത്തെ പ്രവൃത്തി, ഉം. മുമ്പേ ഒരു കാര്യം പറഞ്ഞല്ലോ, യാത്സ, നീ എവിടെയാണെന്ന് അവിടുന്ന് പുറത്തിറങ്ങണമെന്ന്. ഉം. She രണ്ടാമത്തെ come out of it. ഉം. അല്ലേ? മൂന്നാമത്തെ പ്രവൃത്തി, വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. You have work to Yes. do in it. ഉം. നാലാമത്തെ പ്രവൃത്തി, a long list of righteous things you have to do. ഉം. ഞാൻ ഇത് കേൾക്കുമ്പം നമ്മുടെ കേൾവിക്കാർ ഒരുപാട് പേര് നല്ല ആശയക്കുഴപ്പത്തിലാവും. ഉം. അതുകൊണ്ട് അവർ വീണ്ടും വീണ്ടും വിളിക്കണം. ഉം. ഒന്നാമത്തെ കാര്യം കേട്ടോണം, പഴയ നിയമത്തിൽ പ്രവൃത്തികളായിരുന്നു. ഉം. ഇപ്പൊ നമുക്കൊരു പ്രവൃത്തിയും ചെയ്യണ്ട, ഉം. വിശ്വസിച്ചാൽ മാത്രം ഒന്നും ചെയ്യണ്ട. പഴയ നിയമത്തിൽ 618 കൽപ്പനകൾ, 613 കൽപ്പനകളാണ് അനുസരിക്കാനുള്ളത്. ഉം. അനുസരിക്കാനുള്ള 613. പുതിയ നിയമത്തിൽ അതിൻ്റെ ഒരിരട്ടിയിൽ കൂടുതൽ, നിയർലി 200 ഐറ്റംസ് അനുസരിക്കാൻ അണ്ടർലൈൻ ചെയ്ത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് പുതിയ നിയമത്തിൽ. ഉം. അപ്പം രക്ഷ ഇംപ്യൂട്ട് ചെയ്തപ്പോൾ നിനക്ക് ഒന്നും ചെയ്യണ്ട. ഫസ്റ്റ് സ്റ്റേജ്. ഇംപാർട്ടിങ് തുടങ്ങിയപ്പോഴോ അത് മുഴുവൻ നീ വർക്കൗട്ട് ചെയ്യണം. ഈ ഭാഗമാണ് നമ്മൾ പ്രസംഗിക്കാത്തത്. ബിഹേവിയർ. ഇംപാർട്ടിങ്ങിന്റെ ഭാഗം നമ്മൾ പ്രസംഗിക്കത്തില്ല, ഇംപ്യൂട്ടേഷന്റെ ഭാഗമേ പ്രസംഗിക്കത്തുള്ളൂ. ആൻഡ് ഹൗ ഡു വി ഗെറ്റ് സേവ്ഡ് ഇൻ ദി എൻഡ്? ദൈവം നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി മുൻ നിയമിച്ചിരുന്നു, മുന്നറിഞ്ഞിരുന്നു. മുൻനിർണയം. മുന്നറിഞ്ഞവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവർ തേജസ്കരിക്കപ്പെട്ടു. അപ്പം റൈച്ചസ്നെസ്, ജസ്റ്റിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ. ദൈവത്തിന്റെ നീതീകരണം നമ്മളെ തന്നു. ഇനിയും വിശുദ്ധീകരണത്തിൽ കൊണ്ട് നടത്തി തേജസ്കരണത്തിൽ വിളിച്ചു, നീതീകരണം ഇംപ്യൂട്ട് ചെയ്തു. നീതീകരണം ഇംപ്യൂട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാർട്ടേഷൻ എന്ന് പറയുന്നത് ശുദ്ധീകരണം. ശുദ്ധീകരണം. ആ തേർഡ് സ്റ്റേജ് ആണ് ഏത്? ഗ്ലോറിഫിക്കേഷൻ. നമ്മുടെ കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ തേജസ്കരിക്കപ്പെട്ടവരായ ദൈവസന്നിധിയിലെത്തും. തന്റെ തേജസ്സിന്റെ പ്രഭ കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ
തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഇത്രയും കാര്യങ്ങളാണ് ഈ വേദപുസ്തകം വിഭാവന ചെയ്യുന്ന രക്ഷയെന്ന് പറയുന്നത്. നീ അതിൻ്റെ ഒരു കോൺ എടുത്തിട്ട് പറഞ്ഞു സ്നാനപ്പെട്ടോ, ദൈവം നിന്റെ പ്രൊഫഷനെല്ലാം മാറ്റിത്തരും. ഞാൻ താമസിക്കുന്നതിൽ എനിക്കറിയാം ഒരുപാട് കത്തോലിക്കരും മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ടല്ലോ. അവരോട് വന്ന് നേഴ്സുമാരെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഏതെങ്കിലും ബന്ധുക്കൂസി വെച്ച പാർട്ടി എന്ന് പറയും സ്നാനപ്പെട്ട് ഞങ്ങളുടെ കൂടെ പോരെ. ഈ പാവം വെള്ളത്തിൽ മുങ്ങുന്നതിന് ഒരു പൈസ ചെലവില്ലല്ലോ. ഒരു അഡീഷണൽ ഡ്രസ്സ് കൊണ്ടുവച്ചാൽ മതിയല്ലോ. വല്ല ഗുണമുണ്ടായോ? ഒരു ഗുണം ഉണ്ടായില്ല. യേശുവിനെ രക്ഷ സ്വീകരിച്ചാൽ മതി, ദൈവം നിന്റെ എല്ലാ പ്രശ്നവും ഏറ്റെടുക്കും. സ്വീകരിക്കുന്നു പറഞ്ഞു. എവിടാ നിൽക്കുന്നത് ഇപ്പോഴും? നമ്മൾ പറഞ്ഞ മറ്റേ ജീവജനത കിടക്കുക അല്ലേ? ഇങ്ങനെ രക്ഷയുടെ ഏതെങ്കിലും ഒരു ചിലർ പറഞ്ഞു നീ സൽപ്രവർത്തികൾ ചെയ്യണം. വെയിറ്റ്. സൽപ്രവർത്തി ചെയ്യുന്നതിന് മുമ്പ് നീ എന്ത് ചെയ്യണം? യു ഷുഡ് ബി ഇംപ്യൂട്ടഡ്. റൈറ്റ്സ്നെസ് ഷുഡ് ബി ഇംപ്യൂട്ടഡ് ഓൺ യു. അത് കഴിഞ്ഞിട്ട് നീ എന്ത് വെച്ചാൽ മതി? ഇമ്പാർട്ടിങ്. നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞാല് നീ ഒരു കുടുംബജീവിതം നയിച്ചെങ്കിലും നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ആദ്യം യു ഷുഡ് ബി ഇംപ്യൂട്ടഡ് വിത്ത് ദ ടൈറ്റിൽ ആസ് ദ വൈഫ്. വൈഫ് എന്ന ടൈറ്റിൽ ഒരു ചേർച്ചിൽ വെച്ച് ഇംപ്യൂട്ട് ചെയ്ത് കിട്ടി അല്ലേ? അതിനുശേഷമാണ് ഇമ്പാർട്ടിങ്, ലിവിങ് ടുഗദർ അല്ലേ? ആ ഇംപ്യൂട്ടേഷൻ നടന്നിട്ടില്ലാത്ത നീ എത്ര ഇമ്പാർട്ടിങ്ങിന് പോയാലും അതൊരു ഹോളി ലൈഫ് അല്ല, അക്സെപ്റ്റബിൾ അല്ല. ഫസ്റ്റ് righteousness should be imputed on you. Then work it out, not work for it, but work it out. ആ വർക്ക് ഇറ്റ് ഔട്ട് എന്ന പ്രോസസ് എൻ്റെ ജീവിതം നടന്നുകൊണ്ടിരിക്കുക, മാമന്റെ ജീവിതം നടന്നുകൊണ്ടിരിക്കുക. ദിവസം നമ്മൾ തേജസ്കരിക്കപ്പെടും. ഇത്രയും മുഴുവൻ പറയാതെ അറ്റവും മൂലം പറഞ്ഞ് ഈ സഭയിൽ നിന്ന് അങ്ങേ സഭയിലോട്ട് അടിച്ചു മാറ്റി കൊണ്ടുപോവുക, ഈ പള്ളിയിൽ നിന്ന് മറ്റേ പള്ളി കൊണ്ടുപോവുക, ഈ മതത്തിൽ നിന്ന് മറ്റേ മതത്തിൽ കൊണ്ടുപോവുക. ഇത് മതപരിവർത്തനം, സഭയിൽ നിന്ന് ആൾക്കാരെ അടിച്ചു മാറ്റിക്കുന്ന ആടുമോഷണം. ഇത്രയും പറയണം സാൽവേഷൻ. I think we took a long time for it. Yes. That's what അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറയുന്നില്ലെന്ന് പറഞ്ഞത്. ഇത് ഒരു ബൈബിൾ സ്റ്റഡി പോലെ തന്നെയായി രക്ഷയെ പറ്റി. It was a real Bible study. It was a real Bible study. Yes. It was a very profound and thoughtful explanation, sir. എനിക്ക് തോന്നുന്നു പലർക്കും ഇതിനെപ്പറ്റിയുള്ള ഒരു ജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണോ നമ്മുടെ സഭകളൊക്കെ ഇങ്ങനെ ആയതൊന്നും ഒരു, കാരണം ഇത് ആദ്യമായിട്ടുള്ള ഒരു ചിന്തയാണ് ഇത്, സാൽവേഷനെ പറ്റിയുള്ള ഒരു. ഞാൻ 5ാം ക്ലാസ്സിൽ ചേർന്നപ്പോഴേ സ്പെല്ലിംഗ് പഠിക്കും. എൻ്റെ കാലത്ത് 5ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിക്കത്തുള്ളൂ. ABC പഠിക്കുന്ന 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അവിടെ കൊണ്ട് എഴുതിയാൽ ഞാനൊന്ന് ABC പറഞ്ഞു, ABCD പറഞ്ഞു നടക്കത്തേ ഉള്ളൂ. MA പഠിക്കുമ്പോൾ പ്രൊഫസർ പറഞ്ഞു ഇപ്പം നിങ്ങൾക്ക് ഒരു ധാരണയാണ് നിങ്ങൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എല്ലാം പഠിച്ചെന്ന്. പരീക്ഷ പാസ്സായി നിനക്കൊരു ജോലിയിൽ അതിന് കിട്ടിയാൽ അന്നേരം മനസ്സിലാകും നിനക്ക് എൻ്റെ ഒരു കുന്തം അറിയത്തില്ലെന്ന്. അവസാനം പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിപ്പിക്കാൻ കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ലിറ്ററേച്ചർ ഒന്നും അറിയത്തില്ലെന്ന്. അത് കഴിഞ്ഞ് റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലായി ഞാൻ മണ്ടനെന്നുള്ള കാര്യം. തീർച്ചയായിട്ടും നമുക്ക് ലഭിച്ച ഇനീഷ്യൽ നോളജിൽ നിന്ന് വളർന്ന് ക്രിസ്തു വന്ന് തലയോളം എത്തുമ്പോഴേ നമുക്ക് നോളജിന്റെ പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. അത് വളരെ അനിവാര്യമാണ്. പലപ്പോഴും നമ്മുടെ സുവിശേഷന്മാര് അവരൊരു ബേസിക് എലമെന്ററി നോളജിൽ സാറ്റിസ്ഫൈഡ് ആകും, പിന്നെ ബാക്കി അവർ പഠിക്കാനോ മനസ്സിലാക്കാനോ പ്രസംഗിക്കാനോ പോകുന്നില്ല. ദാറ്റ് ഈസ് എ റീസൺ. നമ്മൾ അവരെ കുറ്റം പറയല്ല, നമ്മൾക്ക് ഒരു എൻലൈറ്റൻമെന്റ് കൊടുക്കുക. കം ഫോർവേഡ്, സ്റ്റഡി മോർ. ഇപ്പം നമ്മുടെ സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡിയിൽ ഹൺഡ്രഡ്സ് ഓഫ് സ്റ്റുഡൻസ് ജോയിൻ ചെയ്യാൻ. ഹൺഡ്രഡ്സ് ഓഫ് സ്റ്റുഡൻസ്. ആരാ ഇവരെല്ലാം? സീനിയർ പാസ്റ്റേഴ്സ്, സീനിയർ പോസ്റ്റ് പാസ്റ്റേഴ്സ്, MD MTH വലിയ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ്. ഞാൻ ചോദിക്കും നിങ്ങൾ എന്തിനാ ഈ ക്ലാസ്സിന് വരുന്നത്? അവർ പറയും സാർ ഞങ്ങൾ ഞങ്ങൾക്ക് വേദോസ്തമൊക്കെ അറിയാവുന്നത്. സാറിന്റെ 2-3 ക്ലാസ് കേട്ടപ്പോഴും മനസ്സിലായി ഞങ്ങൾ ഈ ബിറ്റ്സ് ആൻഡ് പീസസ് അവിടുന്ന് ഇവിടുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ ഫുൾ എന്താന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന്. അപ്പം നമ്മൾ ആരെയും കുറ്റം പറയല്ല, കുറ്റം പറയേണ്ട ആവശ്യമില്ല. ബട്ട്
അതിൻ്റെ എൻറ്റയറിറ്റിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ സാൽവേഷൻ എന്തെന്ന് പ്രസന്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. സാൽവേഷൻ നമ്മുടെ ബേസിസ്. അതുകൊണ്ട് സഭകൾക്ക് വന്നിരിക്കുന്നത് ചർച്ചസ് ബാക്ക് ഡോർസ് ആർ വൈഡർ ദാൻ ഫ്രണ്ട് ഡോർസ്. സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആൾക്കാരുടെ നമ്പറാ കൂടുതൽ ഏതാ ഇങ്ങോട്ട് വരുന്നതിനേക്കാട്ടില്. ഓക്കെ മോ, ഞാൻ ഈ സെഷൻ ഇപ്പൊ ഇവിടെ കൊണ്ട് നിർത്തുക. ഓക്കെ, താങ്ക് യു വെരി മച്ച് സർ. എനിക്ക് ചോദ്യകർത്താവിനോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. കാരണം ഇത്രയും നല്ല ഒരു ചോദ്യം ചോദിച്ചതുകൊണ്ടാണ് എനിക്കും കേൾവിക്കാർക്കും ഇതിനെപ്പറ്റി ഒരു വൈഡർ പെർസ്പെക്റ്റീവ് ഓഫ് സാൽവേഷൻ കേൾക്കാനിടയായത്. താങ്ക് യു വെരി മച്ച്. ഈ സെഷൻ ക്ലോസ് ചെയ്യാം അല്ലേ സർ? ഐ എം ഷുവർ ദാറ്റ് ദി സെഷൻ വാസ് എ ഗ്രേറ്റ് ബ്ലെസ്സിംഗ് ടു ഓൾ ഓഫ് യു. തുടർന്നും നിങ്ങളുടെ ചോദ്യങ്ങൾ ഞങ്ങളെ അറിയിക്കുക. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കമന്റ് ബോക്സിലോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ വോയിസ് മെസ്സേജ് ആയിട്ടോ അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ മറുപടി കിട്ടിയിരിക്കും. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു വെരി മച്ച്.